അങ്ങനെ 300 വന്നിട്ടുണ്ടായിരുന്നില്ല, 200 വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ട് ടീമുകളും കൂടി ആകെ 300 റൺസ് മാത്രമായിരുന്നു ഇന്നത്തെ കളിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ടോസ് നേടിയിട്ട് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പന്തിന്റെ തീരുമാനം ശരിയാണോ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ SRH ബാറ്റിംഗ് നിര തകർന്നു വീഴുന്ന കണ്ടപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണെന്ന് നമുക്ക് പിന്നീട് തോന്നി. അതായത് ഷമിക്ക് ബോൾ ഏൽപ്പിക്കുമ്പോൾ ഹെഡും അഭിഷേകും അടിക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ ആ ഓവറിൽ തന്നെ ഷമി അഭിഷേകിനെ പുറത്താക്കിയിട്ട് വരവറിയിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബോളിൽ സ്ലോ ബോൾ എറിഞ്ഞപ്പോൾ ഔട്ട് സൈഡ് ഓഫിൽ വന്ന ബോളിൽ അഭിഷേക് സ്ട്രെച്ച് ചെയ്യുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് സ്ലിപ്പിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഫൈനായിട്ടൊരു തേർഡ് മാനും വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു പന്ത്. അപ്പോൾ ആ ബോളിലേക്ക് കറക്റ്റായിട്ട് ആ ബെയ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അഭിഷേക് ബാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ആ തേർഡ് മാൻ്റെ കയ്യിലേക്ക് ബോൾ പോവുകയാണ് ചെയ്തത്. അങ്ങനെ 0 റൺസിന് ഷമി അഭിഷേകിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത ഓവറിൽ വന്നപ്പോൾ തന്നെ ഹെഡിനെയും പുറത്താക്കിയിട്ട് ഷമി പിന്നീടും ഒരു പ്രഹരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ 2 ബോളുകളും സ്ലോ ബോളുകൾ എറിഞ്ഞുകൊണ്ടാണ്, സ്വിങ് കിട്ടുന്നുണ്ടായിരുന്നിട്ടും 2 സ്ലോ ബോളുകൾ എറിഞ്ഞിട്ടാണ് ബാറ്റിലേക്ക് ബോൾ പെട്ടെന്ന് എത്താൻ താല്പര്യമുള്ള ഹെഡിനെയും അഭിഷേകിനെയും ഷമി പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അടുത്ത് പാർട്ട്ണറായിട്ട് എറിയാൻ വന്ന പ്രിൻസ് യാദവും മോശമാക്കിയിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തിൽ ഒരു വിക്കറ്റ് പ്രിൻസ് യാദവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ടീമിൽ വിശ്വസനായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് ഒരു ഇൻസിങ് ബോളിലൂടെ പ്രിൻസ് യാദവ് വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ പവർ പ്ലേ കഴിയുമ്പോഴേക്കും 30 റണ്ണ് പോലും തയ്ക്കാനായിട്ട് നന്നായി അടിച്ചു കളിക്കുന്നുണ്ടായിരുന്ന സൺറൈസേഴ്സിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 10 ഓവർ കഴിയുമ്പോൾ അവരുടെ സ്കോർ 35-4 എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു കഴിഞ്ഞ കളിയിൽ അവരുടെ രക്ഷയ്ക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ക്ലാസ്സിനായാലും റെഡ്ഡി ആണെങ്കിലും ഈ കളിയിൽ എത്തുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറയുന്നതിനെ പറ്റി. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അതുപോലെ സ്ഥിരതയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറെ തന്നെയായിരുന്നു SRHന് ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രകടനം ഈ 2 പേരിൽ നിന്നും, കഴിഞ്ഞ കളിയിൽ ഫോമായ 2 പേരിൽ നിന്നും നമുക്ക് കാണാനായിട്ട് പറ്റി. 2 പേരും കൂടി ചേർന്ന് 26 റണ്ണിൽ ഒത്തുചേർന്ന് അവർ 142 റണ്ണിലായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 116 റൺസ് പാർട്ട്ണർഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ SRHൻ്റെ ഇന്നിങ്സ് 100 പോലും കടക്കുമെന്ന് നമുക്ക് സംശയമായിരുന്നു. അതായത് ലിവിങ്സ്റ്റണാണ് പിന്നീടും 14 റൺസ് എടുത്തിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്തിയത്. അതുപോലെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ബോളിംഗ് തന്നെയാണ് LSGയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയിൽ സമീർ റിസ്വിയുടെ കടന്നാക്രമണത്തിൽ അവർക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ അവർ ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ബോളിങ്ങിനോട് അവർക്ക് കൃത്യമായൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പന്തിന്, ഇവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. കഴിഞ്ഞ കളിയിൽ അവർ നിറമങ്ങിപ്പോയെങ്കിലും ഇത്തവണ അവർക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റി. അങ്ങനെ 156 റൺസാണ് ഈ ഒരു 20 ഓവറിൽ ഹൈദരാബാദ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 200-300 പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് മുന്നിൽ 156 റൺസ് മാത്രമാണ് സൺറൈസേഴ്സിന് വെക്കാനായത്. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് പന്ത് ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് ഒരു പരീക്ഷണം നടത്തുന്നത്. അവർ കഴിഞ്ഞ സീസണിലെ വിന്നിങ് കോമ്പിനേഷനിലേക്ക്, അതായത് ഓപ്പണിങ്ങിലെ വിന്നിങ് കോമ്പിനേഷനിലേക്ക് തിരിച്ചു വരുന്നതാണ് കണ്ടത്. പന്ത് 3ാമതായിട്ട് ഇറങ്ങുന്നു. ഓപ്പണിങ് മാർക്കറും മാർഷും തന്നെ ഇറങ്ങുന്നു. അവർ ഭേദപ്പെട്ട ഒരു തുടക്കമാണ് ഈ 156 റൺസിൻ്റെ ചേസിൽ ഒരു ഭേദപ്പെട്ട തുടക്കമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 37 റണ്ണോളം അവർ പാർട്ട്ണർഷിപ്പ് എടുത്തതിന് ശേഷമാണ് മാർഷിൻ്റെ വിക്കറ്റ് 14 റൺസ് എടുത്തിട്ടുണ്ടായിരുന്ന മാർഷിൻ്റെ വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പന്ത് വന്നപ്പോൾ 2 പേരും, അതായത് മാർക്കറായാലും പന്തായാലും തകർത്തടിച്ച് കളിച്ചു. മാർക്കറും 45 റണ്ണ് എടുത്ത് പുറത്തായെങ്കിലും പന്ത് അവിടെ ഒരു സൈഡിൽ നിന്നിട്ട് നിലയുറപ്പിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വന്ന സൺറൈസേഴ്സ് ബോളർമാർക്കൊന്നും കാര്യമായിട്ടൊരു അവസരം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴാണ് ഹർഷ് ദൂബെ, ഫസ്റ്റ് ഓവർ എറിഞ്ഞിട്ടുള്ള ഹർഷ് ദൂബെ പിന്നീടും വന്നത്. ഹർഷ് ദൂബെ ഈ കളിയിൽ നന്നായി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹർഷ് ദൂബെ വന്നിട്ട് ആ ഓവറിൽ ബഡോണിയുടെ വിക്കറ്റ് എടുക്കുകയായിരുന്നു. അതിനുശേഷം വന്ന പൂരനായാലും കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ അദ്ദേഹം 20-20 ക്രിക്കറ്റ് കളിയുമ്പോൾ ക്രിക്കറ്റ് മറന്ന പോലെയാണ് കളിക്കുന്നത്. കിഷാന്റെ കയ്യിലേക്ക് ബോൾ അടിച്ചു കൊടുത്തിട്ട് ക്രീസിൽ നിന്ന് ഓടാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വിക്കറ്റ് പോയി, റൺഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ 4 വിക്കറ്റോളം നഷ്ടപ്പെട്ടപ്പോൾ ചെറിയ ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പന്ത് ഒരു സൈഡിൽ നിന്ന് അടിച്ചു കളിക്കുന്നുണ്ടായിരുന്നു. കൂട്ടിന് വന്ന സമതാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് പന്തിന് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കളിയിൽ. പിന്നീട് ലാസ്റ്റൊക്കെ അവർ ആയപ്പോഴേക്കും 139 റണ്ണ് എത്തിയപ്പോൾ സമതിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പന്ത് അവിടെ ഉള്ളത് തന്നെയായിരുന്നു ലക്നൌവിൻ്റെ ആ ഒരു സ്ട്രെങ്ത്. കഴിഞ്ഞ കളിയിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ലാസ്റ്റ് ഓവറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓവറിൽ 10 റൺസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ദേശ്പാണ്ഡെ വരുന്നത്. അതുപോലെ ഈ കളിയിലാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ലാസ്റ്റ് ഓവറിൽ 9 റൺസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഉനദ്കട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉനദ്കട്ടിനെ ഫസ്റ്റ് 2 ബോളിലും 4 അടിച്ചുകൊണ്ട് സമ്മർദ്ദം മുഴുവൻ ഒഴിവാക്കിയിട്ടാണ് പന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2 ബോളിൽ ഡോട്ട് ബോൾ വന്നെങ്കിലും 5ാമത്തെ ബോളിൽ വീണ്ടും ഒരു 4 കൂടി അടിച്ചിട്ട് പന്ത് LSGനെ വിജയത്തിലേക്ക് എത്തിച്ചു. 50 ബോളിൽ 62 റണ്ണ് എടുത്തിട്ടാണ് പന്ത് ആ 3ാം പൊസിഷനിൽ തൻ്റേതാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ LSGനെ ജയിപ്പിച്ചത്. അവരുടെ ആദ്യത്തെ ജയം. ആദ്യത്തെ കളി തോറ്റു, 2ാമത്തെ കളി അവരിപ്പോൾ ജയിച്ചിരിക്കുകയാണ്. ഇനി സൺറൈസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ LSGയുടെ ബോളർമാർ കാഴ്ചവെച്ച ഒരു പ്രകടനം അവർക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
LSCയുടെ ബോളർമാർ പവർ പ്ലേയുടെ ഉള്ളിൽ തന്നെ സൺറൈസേഴ്സിന്റെ ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് നിരയിലെ 4 പ്രധാന വിക്കറ്റുകൾ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പറ്റാതെ വന്നത് തന്നെയാണ് സൺറൈസേഴ്സിന് വിജയിക്കാനായിട്ട് പറ്റായിരുന്നത്. പവർ പ്ലേയിൽ നല്ല രീതിയിൽ അവർക്ക് ബോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. 59ഓളം റൺസ് ഈ 156 ചേസിൽ 59ഓളം റൺസ് പവർ പ്ലേയിൽ അടിച്ചെടുക്കാനായിട്ട് LSCക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. തന്റെ മികച്ച സ്പെല്ലുകൊണ്ട് തുടക്കത്തിൽ തന്നെ സൺറൈസേഴ്സിന്റെ ബാക്ക് ഫുട്ടിലാക്കിയിട്ടുണ്ടായിരുന്ന ഷമി തന്നെയായിരുന്നു കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ച്. ഇനി സൺറൈസേഴ്സിന് അടുത്ത കളി വരുന്നത് പഞ്ചാബ് കിങ്സ് ആയിട്ടാണ്. അതുപോലെ തന്നെ LSCക്ക് അടുത്ത കളി വരുന്നത് KKR ആയിട്ടാണ്. കളിച്ച 3 കളിയിൽ 2 എണ്ണോ തോറ്റു നിൽക്കുന്ന സൺറൈസേഴ്സിന് അടുത്ത കളിയിൽ ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.